ദേ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇത് ഒരു ഹക്കാബെ തുണി പോലെയൊക്കെ തോന്നുന്നില്ലേ? ഇതാണ് കേട്ടോ. ഇത് ഒരുപാട് കണ്ട് മടുത്ത് കിടക്കുന്ന ഒരു ഡ്രസ്സാന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അല്ല, ഇടുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഇതിന്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന്റെ കൈ കണ്ടോ, ഇവിടെ ചെറിയൊരു എലാസ്റ്റിക് വന്നിട്ട് അത് അവിടെ ഇറുകി കിടക്കുമ്പോൾ അത് ഇങ്ങോട്ടൊരു ഇങ്ങനെ കിടക്കും. നല്ല ഭംഗിയാട്ടോ. ഇവിടെ വരെ ഉള്ളൂ കൈ. ഇതൊരു പഫ് സ്ലീവ്, ഒരുപാട് പഫ് ഒന്നുമല്ല. അതിനൊരു റൗണ്ട് നെക്ക്, ഒരു സാധാ റൗണ്ട് നെക്ക്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇത് സ്മോൾ ആണ് സൈസ്. ഇതിന്റെ എബാനി എന്നുള്ളൊരു ബ്രാൻഡാണ്. എനിക്ക് അത്ര പിടിയില്ല. ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് അന്ന് ഞാൻ 999 വാങ്ങിച്ചത്. പക്ഷെ ഇന്നത് 499 599 ഫ്ലിപ്കാർട്ടിലും ഈവൻ ആമസോണിലും മീഷോയിലും ഇത് സെയിം ഡ്രസ്സ് വന്നിട്ടുണ്ട്. അതായത് ഞാൻ വെയിറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് മാത്രം എനിക്ക് അത്രയും ഒരു പൈസ കൂടുതൽ കൊടുക്കേണ്ടി വന്നതാണ്. ആക്ച്വലി ഇത് 599 കിട്ടും. ഇത് ഞാൻ നനച്ചുകൊണ്ടാണ് ഇങ്ങനെ തളർന്ന് കിടക്കുന്നത്. മേടിക്കുമ്പോൾ കുറച്ചൊരു വിടർന്ന് കിടക്കും. പക്ഷെ നമ്മളിത് കഞ്ഞിയൊക്കെ മുക്കി എടുക്കുവാണ്, നമ്മൾ ഒരു ലിക്വിഡൊക്കെ മുക്കി എടുക്കുവാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് സ്റ്റിഫായിട്ട് കിടന്നോളും. ഇത് ഫുള്ള് ഇങ്ങനത്തെ വർക്ക് വന്നിട്ട് അതിനകത്ത് ഇൻവിസിബിൾ ആയിട്ടുള്ള എന്നാൽ തിളക്കമുള്ള ചില സീക്വൻസ് കൊണ്ട് അവർ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര വർക്കാണിത്. അടിയിൽ ഇങ്ങനെ പ്ലെയിൻ അല്ല, ഇങ്ങനെ കട്ട് വർക്ക് വന്നിട്ട് ഇങ്ങനെ പോലെ കണ്ടോ. നല്ല രസമാണ്, നല്ല ഫ്ലെയർഡ് ആണ്. അകമെല്ലാം ഒരു ലോക്ക്ഡ് ആണ് കണ്ടോ. അകവും ഇത് പുറവുമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ യോക്കിൽ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു വർക്കാണ് കണ്ടോ. ഓക്കെ, ഫുൾ ഓൺ ആ വർക്കിൽ പോയിട്ടാണ്. ഇവിടെ ഒരു കട്ട് വന്നിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഫ്ലെയർഡ് ആക്കിയിരിക്കുകയാണ്. നല്ല റിച്ച് ഇൻ ക്ലോത്ത് ആണ്. പുറകിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, വള്ളി വെച്ച് നമുക്ക്. അപ്പം ഷേപ്പ് ഇത്ര ഇതാണെങ്കിലും നമുക്കൊന്ന് വലിച്ചു കെട്ടിയാൽ ശരിയാവും. ഓക്കെ, ചില ഡ്രസ്സുകൾക്ക് അത് കഴുത്തിന്റെ പുറകിലാണ് വരുന്നത്. എനിക്കിത് ഇവിടെയാണ് വന്നത്. അത് ആ ഒരു സ്റ്റോർ അനുസരിച്ച് മാറും കേട്ടോ. ഡിപ്പെൻസ് ഓൺ ദ സ്റ്റോർ, പ്രത്യേകിച്ച് മീഷോയിൽ. അപ്പൊ ഇത് നമുക്ക് ലാസ്റ്റ് ഇട്ട് നോക്കാമേ. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ഇതിപ്പം നമ്മുടെ സാങ്ക്രിയയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് കാണിച്ചത്. ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇത് സാങ്ക്രിയ ഇറക്കുന്നുണ്ട്. സാങ്ക്രിയയിൽ ഇത് 599 കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതൊരു കോപ്പിയൊന്നുമല്ല, ബ്രാൻഡുകൾ തമ്മിലുള്ളൊരു ഇതായിരിക്കും, എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ സാങ്ക്രിയയുടെ ഇത് കൊടുക്കാം, അല്ലെങ്കിൽ AKSന്റെ തന്നെ കൊടുക്കാം കേട്ടോ. AKS ഇപ്പം ഇതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഓണം കളക്ഷനിൽ സ്റ്റൈൽ വീഡിയോയിൽ കാണിക്കും. അപ്പം നിങ്ങൾക്ക് അത് ഇപ്പോഴേ കാണിച്ചു തരാം എന്നുള്ളത് മാത്രം കാണിക്കുന്നതാണ്. AKS എന്നാണ് ഞാൻ പറയാം. സ്മോൾ സൈസാണ്. ഫുള്ള് കൈ നമ്മളെ സാങ്ക്രിയയുടെ കണ്ടതുപോലെ പണ്ടത്തെ ചുരിദാറൊക്കെ നമ്മുടെ ചേച്ചിമാരൊക്കെ തയ്പ്പിച്ചിടുമ്പോൾ ഞാൻ നോക്കുമായിരുന്നു. ചുരുക്കി അറ്റത്തൊരു ചെറിയ ബട്ടൺ ക്ലോഷർ ഇറുകിയിരിക്കാൻ വേണ്ടി. അതും വട്ടക്കഴുത്ത് തന്നെ. ദെൻ ഫുൾ സോളിഡ് കളറാണ്. ദെൻ അടിയിൽ വന്നിട്ട് ഒരു ചെറിയ ഫ്ലെയറോട് കൂടി എക്സ്ട്രാ ആഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിനെ ക്യൂട്ടാക്കുന്നത്. തട്ടി നടക്കാം. നമുക്കിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ തട്ടി മുന്നോട്ട് പോകും. ഇതൊരു ഓഫ് വൈറ്റ് ആണ്. ഈ കളറും അല്ല, വൈറ്റും അല്ല, ഓഫ് വൈറ്റും അല്ല, ഒരു മഞ്ഞ കളർന്ന ഒരു ഇതാണ്. സീ ത്രൂ ആണ് കുറച്ച്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്കിന്നി ആയിട്ടുള്ള സ്കിന്നിന്റെ കളറുള്ള ഒരു ഇന്നർ ഇടുവാണെങ്കിൽ ഒന്നും കാണത്തില്ല. അടിയിൽ നമ്മളൊരു വെള്ളയായിട്ടുണ്ടെങ്കിൽ ആ വെള്ള കറക്റ്റ് കാണും. കാരണം feeling good in the neighborhood. Sun beams shining up in my childhood. Yo, feeling good in the neighborhood. Sun beams shining up in my childhood. Yo, feeling good in the neighborhood. Yeah. Yeah, let's go, yeah. Yo, feeling good in the neighborhood. Sun beams shining up in my childhood. Yo, feeling good in the neighborhood. Sun beams shining up in my childhood. Yo, feeling good. I've been rocking in the lights, feeling so right. Everything's all tight, loving the sights. I've been rocking in the lights, feeling so right.
jeans all tight, loving the sights. I've been rocking in the lights. I've been rocking in the lights.